viewers, welcome back to Xylem Learning. Akhila Miss ആണ്. So the annual exam അല്ലേ നമ്മുടെ അവസാനത്തെ പരീക്ഷയിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. നമ്മുടെ EVS-ന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ നെയിംസ് ഓഫ് 2 പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ യുവർ ലൊക്കാലിറ്റി. അതായത് നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും 2 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേരെഴുതണം. അത് മാത്രം പോരാ, പ്രിപ്പയർ എ ഡിസ്പ്ലേ ബോർഡ് ഷോയിങ് ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ വൺ ഓഫ് ദ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് യു ഹാവ് റിട്ടൺ. അപ്പൊ നിങ്ങൾ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സേവനങ്ങൾ ഉണ്ടാവും അല്ലെ, അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡിസ്പ്ലേ ബോർഡും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അപ്പൊ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്കൂൾ ആയിക്കോട്ടെ, പോലീസ് സ്റ്റേഷൻ, പഞ്ചായത്ത് ഓഫീസ്, ഹോസ്പിറ്റൽ, ലൈബ്രറി, ബാങ്ക്, റേഷൻ ഷോപ്പ് അല്ലെ, വില്ലേജ് ഓഫീസ്, ഇതൊക്കെ എന്താണ്, പൊതുസ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 സ്ഥാപനങ്ങളുടെ പേര് നിങ്ങൾക്ക് അവിടെ എഴുതാം. അതിലൊന്നിന്റെ സേവനങ്ങൾ, നമുക്കറിയാം ഓരോ പൊതുമേഖലാ സ്ഥാപനത്തിനും എന്തുണ്ട്, ഒരുപാട് സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അല്ലെ. അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡിസ്പ്ലേ ബോർഡ് നമുക്ക് തയ്യാറാക്കാം. ഇവിടെ മിസ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഇതാ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ലെ, ഹെൽത്ത് സെന്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ വീടിനടുത്തൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കുറെ സേവനങ്ങളുണ്ട്. അതാണ് ഇതാ ഈ ഒരു ബോർഡിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. പ്രതിരോധ കുത്തിവെപ്പുകളുണ്ട്, അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ സംരക്ഷണം, പ്രാഥമിക ചികിത്സാ സൗകര്യം, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കണ്ടേജിയസ് ഡിസീസ് അല്ലെ, അതായത് പകർച്ചവ്യാധികളുടെ എല്ലാം എന്താണ് ഈ പറയുന്ന അത് തടയാൻ വേണ്ടിയിട്ട് പകർച്ചവ്യാധി നിവാരണ പ്രവർത്തനങ്ങളെല്ലാം എന്താണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ അല്ലെങ്കിൽ ഇതാ നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടാവും അല്ലെ, അതിന്റെ എന്താണ് സേവനങ്ങളാണ്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ളതിന്റെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ എഴുതാം. അതല്ലെങ്കിൽ ഏത് പൊതുമേഖലാ സ്ഥാപനം വെച്ചുകൊണ്ടും നിങ്ങൾക്ക് എന്ത് തയ്യാറാക്കാം, ഈ ഒരു ഡിസ്പ്ലേ ബോർഡ് തയ്യാറാക്കാം, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്, തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണിത്. അതായത് നമ്മുടെ ദിക്കുകൾ രേഖപ്പെടുത്താൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇതാണ് നമ്മുടെ നോർത്ത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സൗത്ത്, അല്ലെങ്കിൽ വടക്കിന്റെ ഓപ്പോസിറ്റ് തെക്കാണ് അല്ലെ. ഇത് ഈസ്റ്റ് കിഴക്കാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്, വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറാണ്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ നമുക്കറിയാം ഈ ലാസ്റ്റ് 1 ആണ് അല്ലെ, ഈ ലാസ്റ്റ് 1. ഇപ്പൊ നമ്മൾ ഇതാ ഇവിടെ ABCD എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ D ആണ് ഇവിടെ എന്ത് കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് ഇത് മാത്രമാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്ക്. അപ്പൊ ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, കയ്യിൽ മുറിവേറ്റ ഒരാൾക്ക് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ താഴെ കൊടുത്തിരിക്കും. അപ്പൊ ഒരു മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാലുള്ള ഫസ്റ്റ് എയ്ഡ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലെ തെറ്റായ പ്രസ്താവന, ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതാണ് തെറ്റായത് അല്ലെ. അപ്പൊ നമ്മൾ ഇതേ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലൂടെ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് എന്താണ്, മുറിവ് പറ്റിയാൽ കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷകൾ നമുക്ക് പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഏതാണ് തെറ്റെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. മുറിവേറ്റ ഭാഗം ഉയർത്തിപ്പിടിക്കുക, ശരിയാണ്. അതുപോലെ തന്നെ അടുത്ത എന്താണ്, മുറിവേറ്റ ഭാഗം വൃത്തിയുള്ള തുണി കൊണ്ട് അമർത്തിപ്പിടിക്കുക അല്ലെ. ഹോൾഡ് ദ വൂണ്ടഡ് പാർട്ട് ടൈറ്റ്ലി വിത്ത് എ ക്ലീൻ ക്ലോത്ത്, അതും കറക്റ്റ് ആണ്. മുറിവിൽ കട്ട പിടിച്ച രക്തം നീക്കം ചെയ്യുക, റിമൂവ് ദ ബ്ലഡ് ക്ലോട്ട് ഫ്രം ദ ഇൻജുവേർഡ് പാർട്ട്, ഇത് തെറ്റാണ് അല്ലെ. ഇങ്ങനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് ഇതിനകത്ത് എന്താണ്, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. അടുത്തതും കൂടെ നമുക്ക് വായിക്കാം. വലിയ മുറിവാണെങ്കിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക, അതൊരു പോയിന്റ് ആണ് അല്ലെ. അത്യാവശ്യം നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ഡോക്ടറുടെ ശുശ്രൂഷ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ റോങ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ മാർക്ക് ചെയ്തത്. റിമൂവ് ദ ബ്ലഡ് ക്ലോട്ട് ഫ്രം ദ ഇൻജുവേർഡ് പാർട്ട് അല്ലെ. ഈ പറയുന്ന മുറിവേറ്റ ഭാഗത്തിലുള്ള രക്തം കട്ട പിടിച്ചിട്ടുണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യരുത്, നീക്കം ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണ്, ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ മക്കള് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ദിക്കുകളൊക്കെ നോക്കി വെക്കുക. ഈ 3 ക്വസ്റ്റ്യൻസും, ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസും ഓർത്തു വെക്കുക. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർബന്ധമായും മക്കള് അറിഞ്ഞിരിക്കണം, ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ മക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മക്കൾക്ക് എല്ലാവർക്കും മിസ്സിന്റെ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.